ഐസ് ഇന്നേ ചക്കപ്പുഴുക്ക് ഉണ്ടാകാമെന്ന് വിചാരിച്ചു. നല്ല മഴയല്ലേ, അപ്പോൾ ആദ്യം തന്നെ ചക്ക വേവിച്ചെടുത്തു. വീഡിയോ ഒക്കെ വേറെ ആരും വീട്ടിലില്ല, അവർ പിള്ളേർ കളിക്കാൻ പോയി. അപ്പോൾ അതാണ് ചക്ക നന്നാക്കിയതും ചക്ക ഉരിഞ്ഞതൊന്നും കാണിക്കാൻ പറ്റണില്ല. എന്തായാലും ചക്ക കുക്കറിൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്, നല്ല ആട്ടിച്ച വെളിച്ചെണ്ണ. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഇതാണ്: തേങ്ങ, ജീരകം, ചുമന്നുള്ളി, വേപ്പില, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ അരച്ച്, ഇനി ഒരു ചെറിയ ഷേഞ്ചിട്ടാനും കുഴപ്പമില്ല, അരച്ചെടുത്തേക്കണ ആ ഒരു മിക്സ് അത് നമ്മൾ ഈ ചക്കപ്പുഴുക്കിലേക്ക് വയ്ക്കണം. നല്ലപോലെ ഇതൊന്ന് ഇളക്കണം കേട്ടോ. നല്ല ചക്കപ്പുഴുക്ക് വയ്ക്കാൻ പറ്റിയ ചക്ക തന്നെ കേട്ടോ. നമ്മൾ തേങ്ങ ഈ അരപ്പാണ് ചേർത്തുണ്ടെങ്കിൽ നല്ലൊരു മണം അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ടേസ്റ്റ് വരണം. നമുക്ക് ചേർക്കണില്ല കടുക് വറുത്ത് ഞാൻ മൺചട്ടിയിൽ ഉണ്ടാക്കാൻ വെച്ചു. അതിന് പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ള കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ വേപ്പില, മിക്സ് ചെയ്തിട്ട് ചക്കപ്പൊട്ടി വെക്കണം. എന്നിട്ട് ഞാൻ വാഴല ഒരുക്കി വെച്ചിട്ടുണ്ട്, വാഴയിലേക്ക് സെർവ് ചെയ്യുന്നതായിരിക്കും. വാവ്, ഇതെന്താ ചക്കയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ഫ്ലേവർ ഉണ്ട്. നല്ല മഴയൊക്കെയുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ സൂപ്പർ സാധനം, അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് എരിവൊക്കെ നമ്മുടെ അനുസരിച്ച് ഇടുക. ഓക്കെ, കഴിച്ചോക്കെ കേട്ടോ. എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പാണ്. എല്ലാവരും പറക്കണ ചക്ക പുഴുക്കട്ടോ, നല്ല മണവും ആദ്യം പറക്കേണ്ടത് സൂക്ഷിച്ച് നോക്കി ഇരിക്കണം. അപ്പോൾ വാഴയിലയിൽ ഇട്ടിട്ട് അതിൻ്റെ ഒരു സ്മെല്ലും കൂടി ഫ്രഷ് ഇല്ല. എനിക്ക് കൊതി വന്നിട്ട് വേണം ഞാൻ കഴിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സൂപ്പർ, അതെ ഞാൻ വിചാരിച്ചത് ഇത്രയും ടേസ്റ്റ് ആണ്. അടിപൊളിയുണ്ട്, നല്ല ടേസ്റ്റ്. വാഴയില ഭയങ്കര പ്രത്യേക സ്വാദത്തിന്. സൂപ്പറാണോ? സൂപ്പർ.